ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം ക്ലാസ്സിൻ്റെ ബേസിക് സയൻസിൻ്റെ 2024-25 വർഷത്തെ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, അവയുടെ ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആക്ടിവിറ്റി, ദ ബ്രാഞ്ച് ഓഫ് ഹൈ ഈൽഡിംഗ് നീലം മാംഗോ ട്രീ ഈസ് grafted to a Muandam mango tree with the roots to produce a new high yielding mango saplings. അപ്പോൾ നീലം മാംഗോ ട്രീനെ എന്ത് ചെയ്തു? നല്ല വിളവുള്ള നീലം മാംഗോ ട്രീ ആണ്. അതിനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് നമ്മുടെ മൂവാണ്ടം മാംഗോ ട്രീ ആയിട്ട് മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. അതും ന്യൂ ഹൈ ഈൽഡിംഗ് മാംഗോ സാപ്ലിംഗ് ആയിട്ടാണ് മാറ്റിയിട്ടുള്ളത്. വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ മാംഗോ ട്രീ പ്രൊഡ്യൂസ്ഡ് ത്രൂ ദിസ് മെത്തേഡ്? അപ്പോൾ ഈ മെത്തേഡിലൂടെ ഒരു മാംഗോ ട്രീ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയായിരിക്കും, സവിശേഷതകൾ എന്തൊക്കെയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും? ഏർലി ഫ്രൂട്ടിങ് ആൻഡ് ഫ്ലവറിങ്. എന്താണത്? വളരെ പെട്ടെന്ന് തന്നെ ഫ്ലവർ ചെയ്യുകയും ഫ്രൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യും, പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. ഇറ്റ് ഗേവ് ഹൈ ഈൽഡ്, നല്ല വിളവ് ലഭിക്കുകയും ചെയ്യും. ഇതാണ് അതിൻ്റെ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ബി ചോദ്യം, എ ഫാർമർ ഡിഡ് നോട്ട് ഗെറ്റ് ബെറ്റർ ഈൽഡ് ഈവൻ ദോ ഹി പ്ലാന്റഡ് സാപ്ലിങ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ഹൈബ്രിഡേഷൻ. റൈറ്റ് 3 സജഷൻസ് ഫോർ ഗെറ്റിംഗ് എ ബെറ്റർ ഈൽഡ്. അപ്പോൾ ഒരു ഹൈബ്രിഡൈസേഷൻ കഴിഞ്ഞതിന് ശേഷം ഒരു ഫാർമർ ഒരു സാപ്ലിങ്സ് വെച്ചിരിക്കുകയാണ്. പക്ഷെ അതിൽ നിന്നും കിട്ടുന്ന ഈൽഡ് എന്ന് പറയുന്നത് അത്ര നല്ല ഈൽഡൊന്നുമല്ല. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ കാരണം? ഒരു ബെറ്റർ ഈൽഡ് കിട്ടണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഷുഡ് യൂസ് ഗുഡ് ഫെർട്ടിലൈസർ. എന്താണ്? നല്ല ഫെർട്ടിലൈസർ ഉപയോഗിക്കുക, പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുക, വീഡ്സിസൈഡ് ഉപയോഗിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഇതിലെ സി ചോദ്യം നോക്കാം. വിച്ച് മെത്തേഡ് ഷുഡ് ബി അഡോപ്റ്റഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ വെറൈറ്റി ഓഫ് എ പീ പ്ലാന്റ് വിത്ത് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് ദ പീ പ്ലാന്റ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണുന്ന പോലെ തന്നെ പീ പ്ലാന്റ് അതിൻ്റെ ഒരു പുതിയ വെറൈറ്റി പ്രൊഡ്യൂസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ അഡോപ്റ്റേഷനും അതിനുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ അതിന് ഏത് മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? ബഡ്ഡിംഗ് ആണോ, സെൽഫ് പോളിനേഷൻ ആണോ, ക്രോസ് പോളിനേഷൻ ആണോ, ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണോ? ഏതാണ്? ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ് ചെയ്യേണ്ടത്. ഇനി ആക്ടിവിറ്റി നമ്പർ 2 നോക്കാം. ഇവിടെ ഒരു കുട്ടി പറയാണ്, ടാമറിൻഡ് ഈസ് കെപ്റ്റ് ഇൻ എ കോപ്പർ വെസൽ ഇൻ മൈ ഹോം. എൻ്റെ വീട്ടിൽ കോപ്പർ വെസലിലാണ് മഞ്ഞൾപ്പൊടി കീപ്പ് ചെയ്യുന്നത്. ഇൻ മൈ ഹോം ടാമറിൻഡ് ഈസ് കെപ്റ്റ് ഇൻ ദ എർത്തൺ പോട്ട്. എന്താണ്? എർത്തൺ പോട്ടിലാണ് വെക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൂസ് ഒപ്പീനിയൻ ഡു യു എഗ്രി വിത്ത്? വൈ? ആരുടെ ഒപ്പീനിയനുമായിട്ടാണ് നിങ്ങൾ എഗ്രി ചെയ്യുന്നത്? വൈ? എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബോയ്സ് ഒപ്പീനിയൻ ഈസ് റൈറ്റ് ബിക്കോസ് ടാമറിൻഡ് കണ്ടെയ്ൻ ആസിഡ് ദാറ്റ് റിയാക്ട് വിത്ത് മെറ്റൽ ലൈക്ക് കോപ്പർ സോ ഷുഡ് കീപ്പ് ഇൻ എ എർത്തൺ പോട്ട്. അപ്പോൾ ഈ ആൺകുട്ടി പറയുന്നതാണ് ശരി. കാരണം എന്താണ്? ടാമറിൻഡ് മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് ആസിഡ് കണ്ടെയ്ൻ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് മെറ്റലുമായിട്ടും കോപ്പറുമായിട്ടൊക്കെ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള മൺചട്ടിയിലാണ് വെക്കേണ്ടതെന്നാണ് പറയുന്നത്. ഇനി ബി ചോദ്യം, ഫോളോയിങ് ആർ ദ യൂസ് ഓഫ് സം സബ്സ്റ്റൻസസ്. ചില സബ്സ്റ്റൻസസിൻ്റെ യൂസാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ടേബിൾ ഓൺ ദ ബേസിസ് ഓഫ് ദെയർ യൂസസ്. അതിൻ്റെ ഉപയോഗത്തിനനുസരിച്ച് നിങ്ങൾ ഇതിനെ ഒന്ന് ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. തന്നിട്ടുള്ളത് യൂസ്ഡ് ഇൻ ബാറ്ററീസ് ഓഫ് മോട്ടോർ വെഹിക്കിളിൻ്റെ ബാറ്ററീസിൽ ഉപയോഗിക്കുന്നുണ്ട്. യൂസ്ഡ് ഇൻ മെഡിസിൻസ്, യൂസ്ഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. യൂസ്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചറിന് ഉപയോഗിക്കുന്നു. യൂസ്ഡ് ടു റെഡ്യൂസ് ദ അസിഡിറ്റി ഓഫ് സോയിലിൻ്റെ അസിഡിറ്റി കുറക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ആസിഡ് അതുപോലെ തന്നെ ബേസസ് ഇങ്ങനെ രണ്ടായിട്ട് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ആസിഡിൽ വരുന്നത് യൂസ്ഡ് ഇൻ ബാറ്ററീസ് മോട്ടോർ വെഹിക്കിൾ എന്നുള്ളത് എഴുതാം. യൂസ്ഡ് ടു മേക്ക് കെമിക്കൽ ഫെർട്ടിലൈസർ എന്നുള്ളതും എഴുതാം. ഇനി ബേസിസിലാണെങ്കിൽ യൂസ്ഡ് ഇൻ ഗ്ലാസ് മാനുഫാക്ചറിങ്, യൂസ്ഡ് ഇൻ മെഡിസിൻസ് ഈ 2 പോയിന്റും, യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ദ ആസിഡിറ്റി ഓഫ് സോയിൽ ഈ 3 പോയിന്റാണ് അതിൽ വരുന്നത്. ഇനി ഇതിൽ സി ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് ടു സോപ്പ് മേക്കിംഗ് ആർ കറക്റ്റ്? സോപ്പ് മേക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറക്റ്റ് ആയത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് വൺ, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതെന്താണ്? അത് തെറ്റാണ്. ദെൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോപ്പ് ഉണ്ടാക്കാൻ കാൽസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതും എന്താണ്? അതും തെറ്റാണ്. സോഡിയം സിലിക്കേറ്റ് ആൻഡ് സ്റ്റോൺ പൗഡർ ആർ യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് എ ക്വാണ്ടിറ്റി ഓഫ് ദ സോപ്പ്. സോപ്പിൻ്റെ ക്വാണ്ടിറ്റിയും ഹാർഡ്നെസ്സും അതിൻ്റെ ദൃഢതയും കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്?
സോഡിയം സിലിക്കേറ്റും അതുപോലെ തന്നെ സ്റ്റോൺ പൗഡറും ഉപയോഗിക്കുന്നത് കൂട്ടാം എന്നാണ് പറയുന്നത്. അത് ശരിയായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് വൺ, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഈസ് യൂസ്ഡ് ടു മേക്ക് സോഫ്റ്റ് സോപ്പ്. സോഫ്റ്റ് സോപ്പ് ഉണ്ടാക്കാൻ വേണ്ടി പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതും ശരിയാണ്. അപ്പോൾ നോക്കൂ, 3ഉം 4ഉം മാത്രമാണ് ശരിയായത്. ഒന്നാമത്തെ ഓപ്ഷൻ 1, 2 ശരി എന്നുള്ളതാണ്. 2, 1, 3 ശരി എന്നുള്ളതാണ്. 3, 2, 3 ശരി എന്നുള്ളതാണ്. 4, 3, 4 ശരി എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ആക്ടിവിറ്റി നമ്പർ 3ലേക്ക് കടക്കാം. Given below are some of the characteristics of the fertilizers used by a farmer to get better yield. നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് ഫാർമേഴ്സ് ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അനലൈസ് ദ സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ഇത് അനലൈസ് ചെയ്തിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യണം. ഫസ്റ്റ് വൺ, റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസിൽ ആവശ്യമാണ്. എക്സസീവ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ. സോയിലിൻ്റെ സ്ട്രക്ചർ അനാവശ്യമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നഷ്ടപ്പെടും. ദെൻ നോട്ട് ഹാംഫുൾ ടു സോയിൽ. എന്താണ്? മണ്ണിന് ദോഷകരമല്ലാത്തതാണ്. നെസസറി കോമ്പണൻസ് ക്യാൻ ബി സപ്ലൈഡ് സെപ്പറേറ്റ്ലി. റിക്വയർഡ് ഇൻ ലെസ്സർ ക്വാണ്ടിറ്റി. ഇത്രയുമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിലെ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് എന്നും മറ്റൊന്നിനെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എന്നും നമുക്ക് രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഇനി ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സിൽ വരുന്നത് റിക്വയർഡ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി സ്ട്രക്ചർ എന്നുള്ളതും നോട്ട് ഹാംഫുൾ ടു സോയിൽ എന്നുള്ളതുമാണ്. ഇനി കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൽ വരുന്നത് എക്സസീവ് യൂസ് ഡിസ്ട്രോയ് സോയിൽ എന്നുള്ളതും എക്സസീവ് യൂസ് ഡിസ്ട്രോയ് സോയിൽ സ്ട്രക്ചർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു റിക്വയർ ലെസ് ക്വാണ്ടിറ്റി എന്നുള്ളതുമാണ്. ഓക്കെ, ഇനി ഇതിലെ ബി ചോദ്യം, മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ ഈസ് എ മെത്തേഡ് ഓഫ് കൺട്രോളിംഗ് പെസ്റ്റ് യൂസിങ് ട്രാപ്സ് ഓർ റിമൂവിങ് ദം മാനുവലി. അതോ മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ എന്ന് പറയുന്നത് നമ്മൾ എന്താണ് ആ പെസ്റ്റിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ട്രാപ്സ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റിമൂവ് ചെയ്തുകൊണ്ട് മാനുവലായിട്ട് റിമൂവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ബിസൈഡ്സ് ദീസ്, അപ്പോൾ ഇതിൻ്റെ പിറകിലായിട്ട് റൈറ്റ് ടു അതർ മെത്തേഡ്സ് പ്രാക്ടീസ്ഡ് ബൈ ഫാമേഴ്സ് ഫോർ പെസ്റ്റ് കൺട്രോൾ. പെസ്റ്റ് കൺട്രോളിന് ഫാർമേഴ്സ് ചെയ്യുന്ന വേറെ ഏതെങ്കിലും 2 മെത്തേഡ്സിൻ്റെ പേര് എഴുതാനാണ്. ബയോളജിക്കൽ കൺട്രോള്, ടൊബാക്കോ ഡിക്കോഷൻ. എന്താണ്? പുകയില കഷായവും അഥവാ ബയോളജിക്കലായിട്ട് ചെയ്യുന്ന കാര്യങ്ങളുമാണ്. അടുത്തതിലെ സി ചോദ്യം, ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ബിറ്റ്വീൻ ദ വേർഡ് പെയേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. ഇവിടെ വേർഡ് പെയർ എന്താണ് അതിൻ്റെ റിലേഷൻ എന്ന് മനസ്സിലാക്കിയിട്ട് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. റിയറിങ് റാബിറ്റ്സ് ക്യൂണീഫ് കൾച്ചറാണ്. ഗ്രോയിങ് ഫ്ലവർ എന്ന് പറയുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ഫ്ലോറി കൾച്ചർ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫ്ലോറി കൾച്ചർ, പൂക്കൾ കൃഷി ചെയ്യുന്നത്. അടുത്തത് എപ്പി കൾച്ചറാണ്. എപ്പി കൾച്ചർ ബി ആണ്. ബീനെയാണ് അവിടെ ഇതാക്കുന്നത് അഥവാ ഹണി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ആക്ടിവിറ്റി നമ്പർ 4ലേക്ക് കടക്കാം. A circuit is made using torch cell, insulated copper wire and LED module. അപ്പോൾ ഒരു സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടോർച്ചിൻ്റെ സെല്ലും അതുപോലെ തന്നെ ഇൻസുലേറ്റ് ചെയ്ത കോപ്പർ വയറും LED മൊഡ്യൂളുമാണ് ഉപയോഗിക്കുന്നത്. ദ കോപ്പർ വയർ ഈസ് ഷോർട്ടർ ദാൻ റിക്വയർഡ്. അപ്പോൾ എന്താണ്? കോപ്പർ വയർ ഈ ആവശ്യമുള്ളതിനേക്കാൾ ചെറുതായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഡ് ടു കംപ്ലീറ്റ് ദ സർക്യൂട്ട്. അപ്പോൾ ഈ സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്? എന്തൊക്കെയാണ്? പിന്ന്, കോയിൻ, വെറ്റ് പേപ്പർ, പെൻസിൽ, ഗ്രാഫൈറ്റ്. ഇത്രയും സാധനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്ന്, കോയിന്, വുഡൻ പീസ്, വെറ്റ് പേപ്പർ, പെൻസിൽ, ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് ബാങ്കിൾ. അതിൽ നിന്ന് എടുത്തെഴുതിയാൽ മാത്രം മതി. ഇനി ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ആ ഒരു സർക്യൂട്ട് വരക്കാനാണ്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. കൂട്ടുകാർ അതനുസരിച്ച് ഒന്ന് വരച്ചു നോക്കുക. ഇനി ഡിഡ് യു നോട്ടീസ് ദാറ്റ് പിക്ചർ ഡ്രോ ക്ലോസ്ഡ് സർക്യൂട്ട് യൂസിങ് ദർ സിമ്പിൾ. അപ്പോൾ ആ സിമ്പിൾസ് ഉപയോഗിച്ച് ക്ലോസ്ഡ് സർക്യൂട്ടാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. സി, വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇലക്ട്രിക് ലൈൻസ്. ഈ ഇലക്ട്രിക് ലൈൻസിൽ ഉപയോഗിക്കുന്നത് ഏത് മെറ്റലാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അലുമിനിയം, കോപ്പർ, അയൺ, സ്റ്റീൽ. ഏതാണ്? അലുമിനിയം എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇനി ആക്ടിവിറ്റി നമ്പർ 5 നോക്കാം. ഫോളോയിങ് ഈസ് എ ടേബിൾ റിലേറ്റഡ് ടു വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കംപ്ലീറ്റ് ദ ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. അഥവാ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നമ്മൾ ഈ ഒരു ചെടിയിൽ നിന്ന് തണ്ട്, വേര് ഇതൊക്കെ മുറിച്ച് അല്ലെങ്കിൽ അതിലൂടെയൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ എന്ന് പറയുന്നത് കറി ലീഫ് പ്ലാന്റ് ആണ്. അത് നമ്മൾ എങ്ങനെയാണ്? റൂട്ടിലൂടെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ എ എന്നുള്ളിടത്ത് റൂട്ട് എന്ന് എഴുതി കൊടുക്കുക. ഇനി സ്റ്റെം വെച്ചിട്ട് ഏതാണ്? ടാപ്പിയോക്കോ, റോസ്, ഹിബിസ്കസ്. ഇതൊക്കെ നമുക്ക് എന്താണ്? സ്റ്റെം ഉപയോഗിച്ചുകൊണ്ട് ന്യൂ പ്ലാന്റ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് വൺ പ്രൈഫ്ലിയമാണ്. അതെന്താണ്? ലീഫ് വെച്ചുകൊണ്ടാണ്. ഇനി കോളോകാസിയ എന്ന് പറയുന്നത് അണ്ടർ ഗ്രൗണ്ട് സ്റ്റെം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇനി ബി എന്ന് പറയുന്നത് ബഡ്സ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഹിബിസ്കസ് പ്ലാന്റ്സ് ആർ ക്രാഫ്റ്റഡ്
onto a red hibiscus plants to produce flowers of different colors. അഥവാ നമ്മൾ ഈ ബെഡ് ഒരുപാട് വെറൈറ്റി ബെഡ്സൊക്കെ ഹിബിസ്കസിൻ്റെ ഒക്കെ വെറൈറ്റി ബെഡൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റെഡ് ഹിബിസ്കസും അതുപോലെ തന്നെ ബാക്കിയുള്ള ഫ്ലവേഴ്സൊക്കെ വെച്ച് ഫ്ലവേഴ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. റൈറ്റ് ഡൗൺ ദ അതർ സ്റ്റേജസ് ഇൻ ദ കറക്റ്റ് ഓർഡർ. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ഓർഡറിനാണ് നമ്മൾ എഴുതേണ്ടത് ഈ ഒരു ക്രാഫ്റ്റിങ്ങിൻ്റെ. വൺ ഈസ് ഡൺ ഫോർ യു, അതിൻ്റെ ഒരെണ്ണം നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ട്. ചൈസ്ഡ് ഓഫ് ദ ബേർഡ്സ് വിത്ത് ദ ബാർക്ക് ഫ്രം ഡിഫറെൻറ്റ് കളേഴ്സ് ഹിബിസ്കസ് പ്ലാന്റ്സ്. അഥവാ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഹിബിസ്കസ് പ്ലാന്റിൽ നിന്നും ഒരു കൊമ്പ് മുറിച്ചിട്ട് ഓരോന്നിൽ നിന്നും കൊമ്പ് മുറിച്ചിട്ട് അതിനെ ഒന്ന് ചൈസ്ൽ ചെയ്യാനാണ് പറയുന്നത്. പീൽ ഓഫ് ദ ബാർക്ക് വേർ ബഡ് ഈസ് ഇൻസേർട്ടഡ്. എന്നിട്ട് ബഡ് എവിടെയാണോ ഇൻസേർട്ട് ചെയ്യുന്നത് അവിടെ എന്ത് ചെയ്യുക, ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ആൻഡ് റാപ്പ് ഇറ്റ് വിത്ത് പോളിത്തീൻ ഷീറ്റ്. എന്നിട്ട് അതിനെ പോളിത്തീൻ ഷീറ്റ് കൊണ്ട് റാപ്പ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. റിമൂവ് ഷീറ്റ് ആഫ്റ്റർ ബഡ് സ്റ്റാർട്ട് ടു ഗ്രോ. അതിനുശേഷം എന്താണ്, ആ ഷീറ്റൊക്കെ ബഡ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി, അത് വളരാൻ വേണ്ടിയിട്ട് ആ ഷീറ്റൊക്കെ റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ സി ആണ്. വേരിയസ് അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സ് ആൻഡ് ക്രോപ്സ് ഡെവലപ്മെൻറ്റ് ദർ ആർ ഗിവൺ ബിലോ. താഴെ എന്താണ്, കുറച്ച് അഗ്രികൾച്ചറൽ റിസർച്ച് സെൻറ്റേഴ്സും ക്രോപ്പ് ഡെവലപ്മെൻറ്റുമാണ് തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദ ടേബിൾ. ആ ടേബിൾ നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ രണ്ടായിട്ട് കൊടുക്കണം. ഒന്ന് റിസർച്ച് സെൻറ്റേഴ്സും മറ്റൊന്ന് ക്രോപ്സുമാണ്. ഫസ്റ്റ് വൺ സെൻട്രൽ ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് CTCRI ആണ്. അവിടെ ട്യൂബർ ക്രോപ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതാക്കുന്നത്, റിസർച്ച് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ആണ് കോക്കനട്ട് ആൻഡ് ആർക്കനറ്റ് ആണ്. അവിടെ സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡാണ് അതുള്ളത്. ഇനി അടുത്തത് ഇതിലെ ക്വസ്റ്റ്യൻ നോക്കാം. 6th ആക്ടിവിറ്റി ആണ്. വെൻ പതിമുഖം വാട്ടർ ഈസ് ആഡഡ് ടു ലെമൺ ജ്യൂസ്, വിനെഗർ, ടാമറിൻഡ് വാട്ടർ ആൻഡ് ബട്ടർ മിൽക്ക് ദെയർ കളർ ചേഞ്ച് ടു യെല്ലോ. അപ്പോൾ നമ്മളൊരു വെള്ളത്തിലേക്ക്, ഒരു ലെമൺ ജ്യൂസിലേക്ക് പതിമുഖം വെള്ളത്തിലേക്ക് ലെമൺ ജ്യൂസ്, വിനെഗർ, ടാമറിൻഡ് വാട്ടർ, ബട്ടർ മിൽക്ക് ഇതൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കളറിൽ ചേഞ്ച് വരുന്നുണ്ടെന്ന്, അത് കളർ ചേഞ്ച് ചെയ്ത് യെല്ലോ ആയിട്ട് മാറുന്നുണ്ട്. ചോദ്യം, റൈറ്റ് എനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് സൊല്യൂഷൻ. ഈ സൊല്യൂഷൻ്റെ കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തെഴുതാം? ആസിഡ് ഹാവ് സവർ ടേസ്റ്റ്, ലിറ്റ്മസ് പേപ്പർ ചേഞ്ച് ബ്ലൂ ടു റെഡ്. അപ്പോൾ എന്താണ്, ആസിഡിന് സവർ ടേസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. മാത്രമല്ല ലിറ്റ്മസ് പേപ്പർ ബ്ലൂയിൽ നിന്ന് റെഡിലേക്ക് മാറും എന്നാണ് പറയുന്നത്. ഇനി ഇതിലെ ബി ചോദ്യം, കംപ്ലീറ്റ് ദ ടേബിൾ ഓഫ് ഫുഡ് ഐറ്റംസ് ദാറ്റ് വി ഈച്ച് ആൻഡ് ദ മേജർ ആസിഡ്സ് പ്രസൻറ്റ് ഇൻ ദം. അപ്പോൾ ഇവിടെ ഒരു ടേബിളാണുള്ളത്, ഫുഡ് ഐറ്റംസിൻ്റെ ടേബിളാണ്. അതും അതിൻ്റെ ആസിഡ്സ് ഏതൊക്കെയാണ് നമ്മൾ എഴുതണം. ഫുഡ് ഐറ്റംസ് മേജർ ആസിഡ്സ് ആണ്. ഫസ്റ്റ് വണ് ടാറ്റാരിക് ആസിഡ് ഉള്ളത് നമ്മുടെ ടാബറിൻറ്റിലാണ്. അതുപോലെ ഓക്സാലിക് ആസിഡ് ഉള്ളത് ടൊമാറ്റോയിലാണ്. എസ്കോർബിക് ആസിഡ് ഉള്ളത് ഗൂസ്ബെറിയിലാണ്. പിന്നെ ആപ്പിളിലുള്ളത് മാലിക് ആസിഡ് ആണ്. അപ്പോൾ ആ ആസിഡിൻ്റെ പേര് ചിലത് എഴുതി കൊടുക്കണം, ചിലത് അതിൻ്റെ ഫുഡ് ഐറ്റംസിൻ്റെ പേരും എഴുതി കൊടുക്കണം. സി ആണ്. വെൻ എ സ്ട്രോങ് ആസിഡ് spills your body, it burns. Write any 4 precautions to be taken to avoid accidents while handling chemicals. അപ്പോൾ ഒരു ആസിഡ് നമ്മുടെ ബോഡിയിലേക്ക് വീണ് കഴിഞ്ഞാൽ അതെന്താണ്, ബേൺ ചെയ്യും, അത് പൊള്ളുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കെമിക്കൽസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ആക്സിഡൻസ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ പ്രിക്കോഷൻസ് എടുക്കാൻ വേണ്ടി പറ്റും, എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും? അവോയ്ഡ് സ്പില്ലിംഗ് ഓൺ ബോഡി പാർട്സ്. നമ്മുടെ ദേഹത്തൊക്കെ വീഴുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. ഡോണ്ട് സ്മെൽ, അതുപോലെ നമ്മൾ സ്മെല്ല് ചെയ്യരുത്. ഡോണ്ട് ടച്ച് വിത്ത് ഹാൻഡ്സ്, നമ്മുടെ കൈ കൊണ്ട് അതിന് ടച്ച് ചെയ്യരുത്. ഡോണ്ട് ടേസ്റ്റ്, അതുപോലെ തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യുകയും ചെയ്യരുത്. ഇനി ഇതിലെ സി ചോദ്യമാണ്. ഒബ്സർവ് ദ പിക്ചർ ഓഫ് സം ഓഫ് ദ ടൂൾസ് യൂസ്ഡ് ബൈ ഇലക്ട്രീഷ്യൻസ് ഉപയോഗിക്കുന്ന ചില ടൂൾസിൻ്റെ ചിത്രങ്ങളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ABCD 4 ചിത്രങ്ങളുണ്ട്. ചോദ്യം, വിച്ച് ടൂൾസ് ആർ സ്യൂട്ടബിൾ ഫോർ ദ ഫോളോയിങ് പർപ്പസ്. ഇതിലെ താഴെ പറയുന്ന പർപ്പസിൽ ഏറ്റവും നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ഏതാണ്? ടു റിമൂവ് ദ ഇൻസുലേഷൻ ഓഫ് യുവർ വയർ. ഒരു ഇൻസുലേഷൻ വയർ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതിലെ ഓപ്ഷൻ ഡി ആണ്, സ്ട്രിപ്പറാണ് ഉപയോഗിക്കുന്നത്. ഇനി സെക്കൻഡ് വൺ, ടു ടെസ്റ്റ് ഇലക്ട്രിക് കറൻറ്റ്. ഒരു ഇലക്ട്രിക് കറൻറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഓപ്ഷൻ എ, ടെസ്റ്ററാണ്. ബി ചോദ്യം, വാട്ട് ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ദ മെറ്റീരിയൽസ് യൂസ്ഡ് ടു മേക്ക് ദ ഹാൻഡിൽ ഓഫ് ദ എബവ് ടൂൾസ്, വാട്ട് ഈസ് ദ റീസൺ. അപ്പോൾ നമ്മളൊരു മെറ്റീരിയൽസ് റിമൂവ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, അത് നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അതിലൂടെ ഇലക്ട്രിക് പാസ് ചെയ്യില്ലേ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചെയ്യാത്ത എന്താണ്, ഇൻസുലേറ്റർ ഉള്ളത് കൊണ്ടാണ്. ബിക്കോസ് ഇറ്റ് വിൽ നോട്ട് പാസ് ഇലക്ട്രിസിറ്റി, അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. സി ചോദ്യം, റൈറ്റ് എനി 2 അതർ എക്സാമ്പിൾസ് ഫോർ സച്ച് മെറ്റീരിയൽസ്. അത്തരത്തിലുള്ള മെറ്റീരിയൽസിന് എക്സാമ്പിൾ എഴുതണം. ഒന്ന് പ്ലാസ്റ്റിക്, റബ്ബർ എന്നുള്ളതാണ്.
ഇനി ഇതിലെ 8th ക്വസ്റ്റ്യൻ ആണ്, ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെയാണ്. സം മെറ്റീരിയൽസ് ഇൻ ദ സയൻസ് കിറ്റ് ആർ ഗിവൺ ബിലോ. സയൻസ് കിറ്റിലെ കുറച്ച് സാധനങ്ങളുടെ പേര് താഴെ കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ, ടെസ്റ്റ് ട്യൂബ്, മെഗ്നീഷ്യം റിബണ്, വിനെഗർ, ലെമൺ ജ്യൂസ്, then matchbox. A student conducted an experiment to achieve the objective given below using suitable materials from the science kit. അപ്പോൾ സയൻസ് കിറ്റിൽ നിന്നും ഒരു കുട്ടി എന്താണ് ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് എടുത്തിട്ടുള്ളത്. ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ എക്സ്പെരിമെൻറ്റ് ഈസ് ഗിവൺ, കംപ്ലീറ്റ് ദ എക്സ്പെരിമെൻറ്റ് നോട്ട്. അപ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് താഴെ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ടു ഐഡൻറ്റിഫൈ ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ്. മെറ്റൽസുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുമോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് റിക്വയർഡ് മേലെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് എഴുതുക. പ്രൊസീജിയർ, ഒബ്സർവേഷൻ, ഇൻഫറൻസ് ഇതൊക്കെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് നിങ്ങളവിടെ കോപ്പി ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഈ ഭാഗം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇതിൽ ബി ചോദ്യം, റൈറ്റ് എനി 2 യൂസ് ഓഫ് ആസിഡ്സ്. ആസിഡ്സിൻ്റെ ഏതെങ്കിലും 2 യൂസ് എഴുതണം. എന്തൊക്കെയാണ്? ബാറ്ററി ഓഫ് മോട്ടോർ വെഹിക്കിളിൻ്റെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്നു, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടും ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മൾ ആൻസർ കീസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടുകാർ പോയിട്ട് കാണാം. നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.